ഹലോ. സ്റ്റാമ്പ് പേപ്പർ, മുദ്രപത്രം. മുദ്രപത്രത്തിന്റെ സ്ട്രക്ചർ, ഘടന, രൂപം മാറിയതറിഞ്ഞായിരുന്നു. നമ്മൾ പണ്ട് മുതൽ കണ്ട് ശീലിച്ചിട്ടുള്ള മേലിൽ കളേർഡ് പാറ്റേൺ ഉള്ള ഇത്തരം സ്റ്റാമ്പ് പേപ്പേഴ്സ് ഇനി ഉണ്ടാവില്ല. ഇനി ഉണ്ടാവുക ഈ സ്റ്റാമ്പ് പേപ്പേഴ്സ് ആണ്, ഇലക്ട്രോണിക് സ്റ്റാമ്പ് പേപ്പേഴ്സ്. ഓക്കെ, അതിൽ 2-3 വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ അഡ്രസ്. ഇത്തരം സ്റ്റാമ്പ് പേപ്പറുകളിൽ ഇവിടെ നിങ്ങളുടെ അഡ്രസ്, വാങ്ങിക്കുന്ന ആളുടെ അഡ്രസ് അല്ലെങ്കിൽ പേരാണ് എഴുതിയിരുന്നത്. ഇനി മുതൽ നിങ്ങളുടെ പേരും, നിങ്ങൾ എന്തിനു വേണ്ടി ഇത് വാങ്ങിക്കുന്നു, ഉദാഹരണത്തിന് ആർ ടി ഓഫീസിൽ കൊടുക്കാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റിനാണെങ്കിൽ ആരുമായിട്ടാണ്, അപ്പോൾ ആ രണ്ടാമത് ആർക്കാണ് അല്ലെങ്കിൽ എന്തിനാണ് എന്നുള്ള ആളുടെ പേരും കൂടി ഇനി ഈ സ്റ്റാമ്പ് പേപ്പറിൽ ഉണ്ടാവും. നിങ്ങളുടെ പേരും അഡ്രസ്സും ഉണ്ടാകും, അതുപോലെ തന്നെ എവിടെ കൊടുക്കുന്നു എന്നുള്ള പേരും അഡ്രസ്സും ഉണ്ടാകും. ഇലക്ട്രോണിക് സ്റ്റാമ്പ് പേപ്പേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ മറ്റ് നമ്മൾ 100 രൂപയുടെ ഒരു സ്റ്റാമ്പ് പേപ്പർ, അതിന് 600 രൂപ വേണമെങ്കിൽ ഒരു 500 ഒരു 100 വാങ്ങിച്ചതെന്ന് വെക്കുക. അല്ലെങ്കിൽ 2 200 300 വേണമെങ്കിൽ 3 100ന്റെ ആയിരുന്നു വാങ്ങിച്ചിരുന്നത്, അല്ലെങ്കിൽ 650ന്റെ സ്റ്റാമ്പ് പേപ്പർ ആയിരുന്നു വാങ്ങിച്ചത്. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് 600 രൂപയുടെ മുദ്രപത്രം ഒരു പവർ ഓഫ് അറ്റോർണി എഴുതാൻ വേണമെങ്കിൽ ആ 600 രൂപയുടെ മുദ്രപത്രം ഒരു ഈ സ്റ്റാമ്പ് പേപ്പറായിട്ട് അതിൽ 600 എന്ന് പ്രിന്റ് ചെയ്തായിരിക്കും വരിക. അപ്പൊ ഈ മാറ്റം തിരിച്ചറിഞ്ഞ് വേണം നിങ്ങൾ വെണ്ടറിന്റെ അടുത്ത് അല്ലെങ്കിൽ ആധാരമെഴുത്ത് ഓഫീസുകളിലൊക്കെ സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കാൻ പോകാൻ. നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പറും കൂടെ കൊണ്ടുപോകണം കേട്ടോ. അപ്പൊ മാർച്ച് 31 ശേഷം പൂർണ്ണമായും ഇലക്ട്രോണിക് സ്റ്റാമ്പ് പേപ്പർ ആയിരിക്കും. ഇപ്പൊ ഇവിടെ 100ന്റെയും 50ന്റെയും സ്റ്റാമ്പ് പേപ്പറുകൾ പഴയ ഇത്തരം ഞാനിപ്പോ കാണിച്ച പോലെയുള്ള സ്റ്റാമ്പ് പേപ്പറുകൾ ലഭ്യമാണ്. പക്ഷേ മാർച്ച് 31 ശേഷം ഓൾമോസ്റ്റ് ഈ സ്റ്റാമ്പ് പേപ്പറിലേക്ക് കേരളം മാറുകയാണ്.